ഈ അടുത്ത് തിയേറ്ററിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയ വാഴ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ ജനറേഷനിലെ പിള്ളേരുടെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കൺഫ്യൂഷൻസൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സിനിമയിൽ നമ്മളെല്ലാവരും ഇരുന്ന് കാണേണ്ട അല്ലെങ്കിൽ കണ്ണ് തുറക്കേണ്ട കുറച്ച് സീൻസ് ഉണ്ട്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടെയുള്ളവർ പ്രഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈഫിലെ സങ്കടങ്ങളൊക്കെ മറക്കാനായിട്ട് വേണ്ടി മാത്രം ഡ്രഗ്സിലേക്ക് വീണ് പോകുന്ന ഒരു ജനറേഷനെ നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അതൊരു തമാശയ്ക്കും കാര്യങ്ങൾക്കായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ജസ്റ്റ് ഒരു വൺ ടൈം അല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വിരൽ തൊടുന്നതും പതുക്കെ അവരുടെ കരിയറിനെയും ഫാമിലിയും ചിന്തിക്കാനുള്ള ശേഷി പോലും കംപ്ലീറ്റ് ആയിട്ട് അത് വിഴുങ്ങിക്കളയുകയാണ് എന്നുള്ളതാണ്. സിനിമ ഉണ്ട്, തിയേറ്ററിലൊക്കെ നമ്മൾ കൈയടിക്കും. പക്ഷേ തിയേറ്ററിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലേക്ക്, നമ്മുടെ ക്യാമ്പസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ഡ്രഗ് യൂസ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. അതൊരു അലങ്കാരമായിട്ട്, ഒരു കൂൾ തിങ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ലോക്കൽ കഞ്ചാവ് മുതൽ സിന്തറ്റിക് ഡ്രഗ് വരെ നമ്മുടെ പിള്ളേരുടെ കയ്യിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിനൊക്കെ, എന്തിനാണ് ഇതൊക്കെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ തരാനായിട്ട് വന്നതാണ് എന്നൊക്കെ. അങ്ങനെയല്ല. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ എന്താണ് ഒരു ബ്രദറിനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഒരു ഡ്രഗ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ഇതിന് പുറകെ പോയിട്ട് നിങ്ങൾ മിസ് ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ഒരു ലൈഫുണ്ട്, നിങ്ങൾ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. അത് നിങ്ങളെ നശിപ്പിക്കുകയല്ലേ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയയിലെ കൂടെ ലക്ഷ്യ പ്രകാശനാണ് നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡ്രഗ് യൂസിനെ കുറിച്ചിട്ടും ഇതിനൊക്കെ എങ്ങനെ പുറത്ത് കിടക്കാം, എന്തുകൊണ്ട് പുറത്ത് കടക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മളുടെ ജനറേഷനിൽ നമ്മളെ കുറേ അധികം ആളുകൾ, ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിവിടെ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിൽക്കുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ നുണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫേക്ക് ഹൈപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഫേസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. വലിയ മ്യൂസീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനും അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റീവ് ജീനിയസ് ആവും എന്നുള്ളതൊക്കെയാണ് പറയണത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഹൈപ്പ് ചെയ്യണേ എന്നുള്ളതാണ്. ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് പറയണത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്രഗ്സ് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ പതുക്കെ ചത്തുപോകാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായി തോന്നുന്ന ആ ഒരു ആവേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വരി പോലും നേരെ എഴുതാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയണത് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറക്കാനായിട്ടൊരു വഴിയായിട്ട് ഇത് കാണുന്നുണ്ടാവും. എക്സാമിന് തോറ്റു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉടനെ വരും അടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഉപദേശം വരും. എടാ നീ ഇതൊന്ന് അടിച്ചു നോക്കി, എല്ലാ സങ്കടവും മാറും എന്നൊക്കെ പറയുന്ന വാഴ 2 കാണിക്കുന്ന പോലെ എന്താണ് താൽക്കാലികമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലോകത്തേക്ക് നിങ്ങളങ്ങനെ പോകണു എന്നുള്ളത്. പക്ഷേ ആ ഒരു ഹൈ ഇറങ്ങി വരുമ്പോഴേക്കും പ്രശ്നവും അവിടെ തന്നെ കാണും എന്നുള്ളതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആകുലതയും ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഡബിളായി അത് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാനായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, മഴ പെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കുന്ന പോലെയാണ്. കണ്ണടച്ചാലും മഴ നിൽക്കില്ല. മഴ അത് നമ്മൾ നനഞ്ഞ് തീർക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതേപോലെ വേറൊരു കാര്യമാണ് പിയർ പ്രഷർ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കൂൾ സ്റ്റാറ്റസ്, കൂൾ തിങ് ആയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു ആൺകുട്ടിയാണോ അല്ലെങ്കിൽ ആൺകുട്ടിയാണോ എന്നുള്ള സാധനം വിട്ട് ഇപ്പോൾ എല്ലാവരും എന്താണ് ഈ ജെൻഡർ വ്യത്യാസം തന്നെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴും പഴയ കാലത്താണോ ചോദിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന പല ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഗ്രൂപ്പിൽ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ട് പോകാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ നോ പറയാൻ ധൈര്യമില്ലാണ്ട് പല ആളുകളും ഇതിലേക്ക് വീഴാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ഡ്രഗിലേക്ക് തള്ളി വിട്ട് കഴിയുന്ന ആൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ടല്ല എന്നുള്ളതാണ്. അവൻ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനായിട്ട് വന്ന വില്ലനാണ് എന്നുള്ളതാണ്. നിങ്ങൾ മിസ് ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ഹൈ എന്താണ്? ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്നുള്ളതാണ്. അത് നാച്ചുറലായിട്ട് സന്തോഷം നൽകുന്ന ഒരുപാട് കെമിക്കൽസ് അതിനുള്ളിൽ തന്നെയുണ്ട്.
നമ്മളൊരു സിന്തറ്റിക് പൗഡറോ ഗുളികയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബ്രെയിൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് തകരാറാവുകയാണ് എന്നുള്ളതാണ്. ആ ഒരു കെമിക്കൽ നൽകുന്ന ആ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണയം വയ്ക്കുന്നത് നിങ്ങളുടെ എൻറ്റയർ ലൈഫാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു ലൈഫ്, ഈ ഒരു ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഭയങ്കര ട്രാവൽ ചെയ്യും. അതിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ ഇതേപോലെ നല്ല തണുപ്പത്ത് എന്താ പറയുക, ബൈക്ക് റൈഡാണ് മേജറായിട്ട് അവൻ ചെയ്യണേ. അവൻ ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവൻ്റെ ഹൈ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ റൈഡിങ്ങിലാണ്. ഒരുപാട് ട്രക്കിങ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കാണുക, ഒരുപാട് ലോകങ്ങളൊക്കെ കാണുക എന്നൊക്കെ പറയണ ആ ഒരു ഫീൽ. ആൻഡ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത, എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വീഡിയോ എഡിറ്റിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ ആവട്ടെ, അതൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത്, ഒരു മഴയൊക്കെയുള്ള സമയത്ത്, ഇപ്പോൾ മഴയുടെ സീസണാണല്ലോ, മഴയൊക്കെയുള്ള സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ തട്ടുകടയിൽ ഇരുന്നിട്ട് ആ ഒരു ചൂട് കട്ടനും അല്ലെങ്കിൽ പരിപ്പുവടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതും ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് പൊളിറ്റിക്സ് സംസാരിക്കും, സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു എക്ടസി അതിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം ബോഡിയിൽ കാണുന്ന ഒരു മാറ്റം, ആ ഒരു മാറ്റം കിട്ടുന്ന ഒരു എന്താണ്, അത് തരുന്നൊരു മാസ് ഫീലിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിലൊക്കെയാണ് റിയൽ ഹൈ എന്ന് പറയുന്ന സാധനം ഇരിക്കണേ. അല്ലാണ്ട് കെമിക്കൽ അടിച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ കണ്ണും തള്ളിയിരിക്കുന്നതല്ല മാസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലോകത്തേക്ക് ഇറങ്ങിയിട്ട് ജീവിച്ചിട്ട് യാത്രകൾ ചെയ്ത് പുതിയ മനുഷ്യരെ കണ്ട് വിജയിച്ച് കാണിക്കുന്നതിലാണ് യഥാർത്ഥ മാസ് എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതൊക്കെ സൊല്യൂഷൻസ് നമ്മൾ തനിയെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ അതിനൊക്കെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ആ ഒരു വില്ലുണ്ട്. ആ ഒരു വില്ല് നമ്മൾ പുറത്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യം എന്താ പറയുക, ഭയങ്കരമായിട്ട് വെറുതെ ഒരു എപ്പിസോഡിൽ ഒതുങ്ങരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള മേജർ തിങ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു 3-4 വർഷമായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കണം. ചില കാര്യങ്ങൾ കൊണ്ട് ഡിലേ ആയി പോയ, അല്ലെങ്കിൽ പകുതിയിൽ ഇങ്ങനെ വെച്ച് ഭയങ്കര ലാഗായി പോകുന്ന ഒരു കാര്യമാണ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ്. എന്താണ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ? നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ സൊസൈറ്റികളിൽ, നമ്മുടെ യങ് ജനറേഷന് ലഹരി ആവശ്യമില്ലാണ്ട് നാച്ചുറലി ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക, ഭയങ്കരമായിട്ട് ലഹരി വിരുദ്ധ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യണില്ല. പകരം നിങ്ങളെ എനർജിയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ചെയ്യണത്. ക്രിയേറ്റീവ് ഹബ്സ്, കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ സിനിമ ചെയ്യാനോ പോഡ്കാസ്റ്റ് ചെയ്യാനോ നിങ്ങളെ ക്രിയേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഞങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, ലൈഫിൽ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്കൊരിടം വേണം. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന തെറാപ്പിസ്റ്റുകളുടെയും മെൻറ്റോർമാരുടെയും ഒരു എന്താ പറയുക, ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോൺ നമ്മൾ ഒരുക്കും എന്നുള്ളത്. ആൻഡ് ലൈഫ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസ്, ട്രക്കിങ്, സ്പോർട്സ് ആൻഡ് പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരു മനുഷ്യനെ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പി ഹോർമോൺസിനൊക്കെ പുറത്തെടുത്തുകൊണ്ട് ഹാപ്പി ആക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ തുറന്നു തരുന്നു എന്നുള്ളത്. നമ്മൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല, അവരെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു ഇരുണ്ട മുറിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓരോ അനിയന്മാരോടും അനിയത്തിമാരോടും ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ ഒറ്റ തവണയെ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു 20കളിൽ അല്ലെങ്കിൽ ഒരു 30കളിൽ എത്തിക്കുന്ന ഈ ഒരു പ്രായം, ഈ ഒരു എനർജി, ഈ ഒരു ചിന്തിക്കാനുള്ള ശേഷി, ഇതൊന്നും ഒരു തുള്ളി മരുന്ന്, ഒരു തുള്ളി ലഹരി മരുന്നിന് മുന്നിൽ എരിഞ്ഞ് തീർക്കരുത് എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഇതൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറയാനായിട്ട് പഠിക്കുക, എടാ എനിക്കിതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഡ്രഗ്സിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു നോ പറയാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യത്തിലാണ് നിങ്ങളുടെ ക്യാരക്ടർ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ആഴ്ചകളിൽ പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ടാവും. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത്
ഒരു എന്താണ് ഡ്രഗ്സും ഇതൊന്നും ആവശ്യമില്ലാണ്ട് റിയൽ ആയിട്ടുള്ള എന്താണ് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു കാര്യം നമ്മൾ ഉള്ളിലുള്ള ആ ഒരു സാധനത്തിന് പുറത്തു കൊണ്ടുവന്ന് ആ ഒരു പുതിയ ജനറേഷനെ നമ്മൾക്ക് കെട്ടിപ്പതുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇറങ്ങിച്ചെന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് DM ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ ഓരോ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്യാം. നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ക്യാമ്പസിൽ പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്തുവായാലും റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ എന്തായാലും ഞാൻ പറഞ്ഞ് മെല്ലെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവരും നിങ്ങളുടെ ലൈഫ് ലിവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്. കൂടെ അക്ഷയപ്രകാശാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.